ഹായ് കൂട്ടുകാരെ, ഇന്ന് ചെറിയ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഈ വശം കണ്ടില്ല, ആകെപ്പാടെ നിറച്ചും ചെടികളാണ്, അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ചല്ലാത്ത ബക്കറ്റും പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളെ ആവട്ടെ എന്നിങ്ങനെ എന്നും വിചാരിച്ചിപ്പം ഏകദേശം ബാക്ക് വശം മൊത്തം നിറഞ്ഞു കിടക്കുക. അപ്പം ഒരു വശത്തുനിന്ന് ഇങ്ങനെ നന്നാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇതാ ചെടികളൊക്കെ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് ഇപ്പുറത്തെ വശത്തേക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതാ ഇപ്പം ആ ഭിത്തിനോട് ചേർന്ന്, വീടിൻ്റെ ഭിത്തിനോട് ചേർന്ന് കുറച്ച് ചെടികൾ ഇങ്ങനെ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ വശത്തുള്ള ഈ ചെടികൾ മൊത്തം മാറ്റുന്നത്. ഇത് വെയിൽ വേണ്ട ചെടികൾക്ക് കുറച്ച് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് വെക്കും. മഴ വരുമ്പോൾ അതിനടുത്ത് അകത്തേക്ക് വെക്കും. ചെറിയൊരു നാരായണത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഇവിടെ ഒരു കാലിപ്പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ച്, ഇനി ഇതാ എനിക്ക് പോക്കാൻ പറ്റൂല, അപ്പോൾ ഇതിന് എട്ടണം കൂടി വേണം. അങ്ങനെ ഈ ഭാഗത്താണ് ചെടികൾ മൊത്തത്തിൽ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചങ്ങനെ അതിനു വേണ്ടിയാണ് ആ വശം ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറേ വള്ളിയും ചെരുപ്പും എല്ലാം ഉണ്ട് ആ സൈഡിൽ. അതാ ബാക്കി അതിനെ ഞങ്ങൾ രണ്ടാമത് മാറ്റി വെച്ചിട്ടു ആ മെഷീനൊക്കെ. അപ്പം ഇനി ഇതാ അവിടെ കുറച്ച് ഈ സൈഡിലൊരു പ്ലാവ് ഉണ്ട്. അപ്പം പ്ലാവിൻ്റെ നമ്മളിപ്പോൾ അടിച്ചു വരി ഇതാപ്പം അപ്പുറം പോയി ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇല ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും ഇന്നിപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. കണ്ടു, ഇങ്ങനത്തെ 2 ബോക്സൊക്കെ വെച്ച് അതിൻ്റെ മേലെ അങ്ങനത്തെ ഷീറ്റ് ഇട്ട് അതിൻ്റെ അടി കമ്പിയുണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിലാണ് ചെടി എടുത്ത് വെക്കാൻ പോകുന്നത്. ഇതാ അങ്ങനെ ചെടികളൊക്കെ ഏകദേശം എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി അതിൽ പിന്നെ താഴെ കൂടി ആ മഞ്ഞക്കൈതുണ്ടല്ലോ, അപ്പം അതൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ ഇതാ ഈ വശം ഏകദേശമൊക്കെ ആ ഭാഗത്തുള്ള സാധനങ്ങൾ മൊത്തം മാറ്റി. കണ്ടില്ലേ? അപ്പം ഇനി നാളെ ഈ സൈഡായിരുന്നു ഞാൻ നന്നാക്കിയിരുന്നത്. അപ്പം ഒരു വശം നന്നാക്കി വരുമ്പോഴത്തേക്ക് മറ്റേ വശം പുല്ലൊക്കെ തന്നെ പിന്നെയാകും. അപ്പം ഇതാ ഈ സൈഡിൽ ഇതാ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ. എൻ്റെ അത്രയും വലിപ്പമുണ്ട് സ്നേക്ക് പ്ലാന്റിന്. അപ്പോൾ അത് നല്ല പൊക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും റൂമൊക്കെ സെറ്റ് ചെയ്യാൻ അത് വേണമെങ്കിൽ സെൽ വീഡിയോ അല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്, ആവശ്യക്കാരുണ്ടെങ്കിൽ അത് തരുന്നതായിരിക്കും. ഇതാ കുറച്ച് ഈ കൈതകളൊക്കെ ഉണ്ട്. മഞ്ഞക്കൈത കണ്ടില്ലേ? ഇതിന് ഒരു പേരുണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ കുറച്ച് സൂപ്പർ വൈറ്റും റെഡ് വാലൻറ്റൈനും. അങ്ങനെ ഇതാ ഈ വശം എങ്ങനെ ഉണ്ട്, അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഈ സൈഡിൽ വേറെ തട്ടടിച്ചിട്ട് വേണം ഇനി ചെടികളൊക്കെ എടുത്ത് വെക്കാൻ. കുറച്ച് ചെടി മുൻവശത്തും ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് വൃത്തിയായി വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ 2 ബോക്സൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഈ വശം ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരുന്നു. അന്നേരം ഇവിടെ ഫുള്ള് പിങ്കിൽ കസിയായിരുന്നു. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, വീഡിയോ ഒക്കെ മുന്നേ കണ്ടവർക്ക് അറിയാൻ മതിയോ, നിറച്ചും പിങ്കിൽ കസിയായിരുന്നു. പിന്നെ ബാക്കി ഇതാ എല്ലാം അടിച്ചു കൂട്ടി തീയൊക്കെ ഇട്ട് അങ്ങനെ ഈ ചെടികളൊക്കെയാണ് ഞാൻ സെയിൽ വീഡിയോ ഇടുമ്പം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ സെയിൽ വീഡിയോ ഇടൽ. അത് ഇവിടുന്ന് എടുത്ത് അവിടെ കൊണ്ടുവെക്കും, അവിടെ നിന്ന് എടുത്ത് തിരിച്ച് പിന്നെ ഇവിടെ കൊണ്ടുവെക്കും. കാണുന്നവർ വിചാരിക്കും ചെറിയ എന്തോ കുഴപ്പമുണ്ടോയെന്നൊക്കെ വിചാരിക്കും. എന്നാലും ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെ ചെടികൾ ഞാൻ ആദ്യം ചെടികൾ വിൽക്കാൻ വേണ്ടി ഒന്നല്ലായിരുന്നു, വളർത്താൻ വേണ്ടിയായിരുന്നു. വീട്ടിലൊരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ചെടീൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോഴാണ് ഓരോരുത്തർ ചോദിച്ചാണ് ഇപ്പം സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു വശമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായി. ഇനി കുറച്ച് ആ മതിൽമിലൊക്കെ കുറച്ച് പൂപ്പലും അതൊക്കെ ഉണ്ട്. ഇന്നത്തെ മടുത്തു ഏകദേശമൊക്കെ. ഞാൻ സ്വന്തമല്ല കേട്ടോ, ഏട്ടനും കൂടി ഉണ്ട്. എന്നെക്കൊണ്ട് സ്വന്തം എന്തായാലും പറ്റുകയില്ല. അപ്പം ബാക്കി കുറേ ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വീടിൻ്റെ മുകളിലെ സൺഷെയ്ഡിൻ്റെ മുകളിലേക്കൊക്കെ എടുത്ത് വെച്ച്
അന്നത്തേൽ ബാക്കിയുള്ള പെങ്കിലകസികളാണ് ഇതൊക്കെ. കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ട സ്ഥലമില്ല, അതൊന്ന് പോയി നോക്കിയാലോ. കണ്ടോ, ഇവിടെ വീണ്ടും അടുത്ത പുല്ലൊക്കെ ഉണ്ടാവാൻ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ നന്നാക്കേണ്ടി വരും. ഇതന്നെയാണ് പരിപാടി. ഒരു ഭാഗം നന്നാക്കുമ്പോഴത്തേ അടുത്ത ഭാഗം പിന്നെയും പുല്ലും കാടൊക്കെ ആവും. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുക, ചെടികളൊക്കെ അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ വെയിൽ ആകുമ്പോഴത്തേക്ക് ഒന്ന് വാടി കരിഞ്ഞ്, ഈ സൈഡിൽ അധികം വെയിലൊന്നും ഉണ്ടാവില്ല. എന്നാലും വെയിലാണെങ്കിൽ നല്ല വെയിലുണ്ടാവും. കുറച്ച് നേരത്തേക്ക് ഈ ഭാഗത്ത് വെയിലുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഒരാളെ കാണിച്ചു തരാം, മറന്നു പോയതാ പറയാൻ. മഴയൊക്കെ പെയ്തപ്പം കണ്ടോ, ഒരു കലാത്തിയ പൊന്തി വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. അതിനി മാറ്റണം, അടുത്ത ചട്ടിയിലേക്ക് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.